ഹലോ ഫ്രണ്ട്സ്, സാത്വിക് കാറ്റസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ ഉപ്മ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേർ പറഞ്ഞ് മാഗി മതി. അപ്പോൾ ഞങ്ങൾ മാഗി അനുവദിക്കാറില്ല പിള്ളേർ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമല്ല, ഉപ്മാവ് അവർ കഴിക്കില്ലെന്ന്. അപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കഴിച്ചു. ഞാൻ ഇന്നകത്ത് ചേർത്താക്കുന്ന ചേരുവകൾ ഇൻ പ്രകാരമാണ്. ഫ്രണ്ട്സ്, എൻ്റെ മലയാളം അത്ര പെർഫെക്റ്റ് അല്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ എടുത്താക്കുന്ന ചേരുവകൾ: ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 3 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, മല്ലിയില, തക്കാളി, ക്യാരറ്റ് 1 എണ്ണം, പിന്നെ കപ്പലണ്ടി വെള്ളത്തിൽ കുതിർത്തിയത്, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അതുകൊണ്ട് 2-3 സ്പൂൺ ഇടാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ കടുക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് ഇനി 1.5 ഗ്ലാസ് ഉപ്മാവ് ഉണ്ടാക്കാൻ റവ എടുത്ത് അതിൽ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അതിന് പച്ചക്കറി ഉള്ള കാരണം കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പോൾ 1.5 ഗ്ലാസ് ഉപ്മാവ് എടുത്ത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റഡാണ് നമ്മൾ എടുത്തത്, പക്ഷെ എന്നാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അത്ര നല്ലത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൂടുതലുള്ള കാരണം പച്ചക്കറി ഒന്ന് വാടാൻ വേണ്ടി വെളിച്ചെണ്ണ വേണം. ടേബിൾ സ്പൂണാണ് കേട്ടോ, 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ചേർക്കേണ്ട സാധനങ്ങൾ, അപ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്നിടാം. ഉഴുന്ന് കയ്യിലെടുത്ത് ഒന്ന് അതിൻ്റെ പൊടി ഉണ്ടാവും, അതൊന്ന് തിരുമ്മി അതിലേക്ക് ഇടാം, എണ്ണയിലേക്ക് ഇടാം. ഉഴുന്നും കടുകും ഒന്ന് ചൂടായി ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില 2 തണ്ട് ഇടും. കറിവേപ്പില 2 തണ്ട് ഇട്ടിട്ട് അടുത്ത നമ്മൾ അതിലേക്ക് ഇടാൻ പോണത് സവാള ഇട്ട് ഇന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ ഉപ്മാവ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഒന്ന് നോക്കിയിട്ട് നന്നായിട്ട് വീട്ടിൽ ട്രൈ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇടാൻ പോകുന്നത് ഇഞ്ചി. 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത്. എരിവുള്ള പച്ചമുളക് ആയിരുന്നു 2 എണ്ണം ഇട്ടത്. നമുക്ക് എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഷ്ടം പോലെ. അപ്പോൾ ഇതിന് ഇളക്കി ഒന്ന് ചുമന്ന് വരുമ്പോൾ, സവാള കൂടുതൽ വാടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ട് വാടാൻ പാടില്ല, അല്ലെങ്കിൽ മധുരിക്ക് ഉപ്മാവ്. നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ഇതിൽ ബീൻസ്, ഗ്രീൻ പീസ്, ബീട്രൂട്ട്, എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ബീൻസ് ഇടാം, ഗ്രീൻ പീസ് ഇടാം കുതിർത്തിയത്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയ പച്ചക്കറി എല്ലാം ഇടാം. പിന്നെ ഞാൻ കപ്പലണ്ടി കുതിർത്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ ഞാനെടുത്ത് അതും ഈ പച്ചക്കറി ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇടണം. അപ്പോൾ അത് വാടി വരണം, എണ്ണയിൽ വാടി വെന്ത് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പച്ചക്കറിയിലൂടെ ഇടുന്നത്. അപ്പോൾ ഈ പച്ചക്കറി നന്നായിട്ട് ഇതിൽ തന്നെ വേവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ ഉപ്മാവിന് ആ റവ ഇട്ട് കൊടുക്കുകയല്ലേ, അപ്പോൾ അതിന് സമയം ഉണ്ടാകില്ല. അപ്പോൾ അത് പച്ചക്കറി അതിൽ തന്നെ വാടി വരണം, എണ്ണയിൽ തന്നെ മാക്സിമം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങൊക്കെ വാടി വന്നിട്ടുണ്ട് ഒരുവിധം. നമ്മൾ ചേർക്കണം തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളി നമുക്ക് പുളിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പുളി കൂടുതൽ വേണ്ടവർക്ക് 2 തക്കാളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തക്കാളി ചേർത്ത് തക്കാളി ഇനി വാടി വരണം, അതിനുള്ള സമയം എടുത്ത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ബട്ടൺ അമർത്തണം. ഞാൻ പുതിയ ചാനലാണ്, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം, സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഇനി നമ്മൾ തക്കാളി വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചേർക്കണത് വെള്ളമാണ്. വെള്ളം അപ്പുറത്തേക്ക് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഇനി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതൊന്ന് കഴിഞ്ഞ് 2-3 മിനിറ്റ് മൂടി വെക്കണമെന്ന് കഴിഞ്ഞാൽ വേവണ്ടേ, ഒന്നും കൂടി ഒന്ന് ശരിക്കും സ്പോഞ്ചായി വരണ്ടേ. അതിന് വേണ്ടി പച്ചക്കറി ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്.
പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യത്തെ വീഡിയോ ആണ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാനും എൻ്റെ കൊച്ചുകൂടി ചെയ്യുന്നതാണ്. അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, മൂത്ത മോള്. അപ്പോൾ ഇനി നമുക്കതിൽ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നമ്മൾ 1.5 ഗ്ലാസ് റവ ആണ് എടുത്തത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 3.5 ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പോൾ നമ്മൾ പച്ചക്കറി ഒന്നും ചേർക്കുന്ന പ്ലെയിൻ ഉപ്പുമാവ് നമുക്ക് ഇങ്ങനെ തക്കാളി ഇട്ട് മാത്രം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 3.5 ഗ്ലാസ് വേണ്ട, 3 ഗ്ലാസ് വെള്ളം മതി. പിന്നെ യോജിച്ച് കൊടുക്കാം, ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് അത് കറക്റ്റായിട്ട് മുകളിൽ ഞാനിത് കാണിച്ചു തരാം. അത് മുകളിൽ നിന്ന് ഇങ്ങനെ പരത്തി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഒന്ന് തുറന്ന് പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെയും അങ്ങനെ അമർത്തിയിട്ട് പിന്നെയും മൂടി വെക്കാം. 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. 2 പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെ മൂടി വെക്കാം. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ പാകമാകും. മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ പറഞ്ഞോണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ബട്ടൺ അമർത്താം. അപ്പോൾ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, പിന്നെ പനീർ ബട്ടർ മസാല, പാലക് പനീർ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ സമോസ, വടാപ്പാവ്, പാവ് ഭാജി, പനീർ ടിക്ക, എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി നല്ല രീതിയിൽ മലയാളത്തിൽ വേണമെങ്കിൽ, എൻ്റെ ഈ പൊട്ടിത്തെറിച്ച മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. ഞങ്ങൾക്കൊരിത് ഹെൽപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ട 2ാമത് മൂടി വെച്ച് മല്ലിയില ഇട്ടിരുന്ന് ഒന്നും കൂടി ഇളക്കി കൊടുത്തു. അപ്പോൾ അടിയിൽ ചെറുതായിട്ടൊക്കെ നമ്മൾ ഇതായിട്ടുണ്ടെങ്കിൽ കരിയല്ല, ഒന്ന് ചെറുതായിട്ട് പിടിക്കുമല്ലോ ഉപ്പുമാവ്, അതൊക്കെ വിട്ടുപോകും. ഉപ്പുമാവ് റെഡിയായി, വിളമ്പി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഉപ്പുമാവ് കഴിക്കാത്ത പിള്ളേർ ഉപ്പുമാവ് കഴിച്ചോളും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞോണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ താങ്ക് യു. സാത്വിക് ക്യാറ്റേഴ്സിൻ്റെ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും.